ഹരിപ്രസാദിനെ പോലെയുള്ള ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ ഐ എം കൺഫ്യൂസ്ഡ്. പ്രസാദ് സാർ ചിലപ്പോ കിട്ടിയ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ച് പറഞ്ഞതായിരിക്കും. ഈ തോമസിനൊന്ന് നേരിട്ട് കണ്ടാലോ? കാണാം. തോമസ് സ്ഥലത്തുണ്ടോ എന്ന് അന്വേഷിക്കും. പ്രസാദ് ആൻഡ് നിർമ്മല അവരാ കില്ലർ താമസിച്ച വാടി വെട്ടി പോയിരിക്കുകയാണ്. ആ വീട് ഒന്നുകൂടി വിശദമായി ചെക്ക് ചെയ്യണമെന്ന് സാർ പറഞ്ഞിരുന്നല്ലോ. നമ്പ്യാരുടെ 25 ലക്ഷം രൂപ ഞാൻ വാങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊരു അസത്യമാണ്. ആ തുക ഞാൻ വാങ്ങിയതാണ്. എന്തിനു വാങ്ങി? മാധവനെ തോൽപ്പിക്കാൻ വാങ്ങിയെന്നാണ് അവരുടെ വിശ്വാസം. പക്ഷെ സത്യം അതല്ല. പറയത്തക്ക ആൾബലമോ ബേസോ ഇല്ലാത്തൊരു പാർട്ടിയാണ് ഞങ്ങളുടേത്. ഒരാൾ ദാനം ചെയ്ത 7 സെന്റ് ഭൂമി അവിടെ കിടന്ന് തുരുമ്പെടുക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. അതിലൊരു പാർട്ടി ഓഫീസ് പണിയാൻ പണത്തിന് പരക്കം പായണ നേരത്താണ് നമ്പ്യാർ ഇങ്ങനെ ഒരു പ്രപ്പോസലുമായിട്ട് വരുന്നത്. കർത്താവ് തമ്പുരാൻ വിചാരിച്ചാലും മാധവനെ തോൽപ്പിക്കാൻ കഴിയില്ല. ആ സത്യം എനിക്കറിയാം. പക്ഷെ അവരോട് ഞാനത് പറഞ്ഞില്ലെന്ന് മാത്രം. 2 കൈ നീട്ടി ഞാൻ ആ പണം വാങ്ങി. അത് സത്യം തന്നെയാണ്. നിങ്ങളെ കൊണ്ട് മാധവനെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് നമ്പ്യാർ വിശ്വസിക്കാൻ കാരണം? ആരോപണങ്ങളെ തുടർന്ന് എന്നെ രാജിവെക്കാൻ നിർബന്ധിച്ചത് മാധവനാണ്. ആരോപണ വിമുക്തനായിട്ടും എന്നെ മാധവൻ തിരിച്ചെടുത്തില്ല. അതിലെനിക്ക് അങ്ങേരോട് വൈരാഗ്യമുണ്ടെന്ന് അവർക്ക് തോന്നിക്കാണും. അതൊരു തോന്നലല്ല, യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ. മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വൈരാഗ്യമുണ്ടായിരുന്നെങ്കിൽ എന്ന്. എന്തിനാ സാറേ? ബൈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ എന്നെ തിരിച്ച് മന്ത്രിയാക്കാമെന്ന് ഈ മാധവൻ തന്നെ എഴുതി തന്ന കത്ത് എന്റെ കൈവശമുണ്ട്. ഞാൻ കാണിച്ചുതരാം. കിട്ടിയ പണം പാർട്ടി ഓഫീസിന് ചെലവാക്കി ബാക്കി വല്ല അനാഥാലയത്തിന് കൊടുക്കാന്നല്ലാതെ ഒരൊറ്റ പൈസ ഈ തോമാച്ചൻ കൈകൊണ്ട് തൊടില്ല. കാരണവന്മാരായിട്ടുണ്ടാക്കിയ തീപ്പെട്ടി കമ്പനി ഇപ്പോഴും നല്ല വൃത്തിയായിട്ട് നടക്കുന്നുണ്ട്. അതിലെ വരുമാനം മാത്രം മതി എനിക്ക് നല്ല സുഖമായിട്ട് ജീവിക്കാൻ. പൂഴിമറ്റം തോമാച്ചൻ ഇന്നേ വരെ സത്യത്തിന് നിരക്കാത്ത ഒന്നും ചെയ്തിട്ടില്ല, ഇനി ചെയ്യയില്ല. അത് ശരിയാ. നമ്പ്യാരെ പറ്റിച്ച് 25 ലക്ഷം രൂപ തട്ടിയെടുത്തപ്പോഴും സാറ് സത്യത്തിന് നിരക്കുന്നതേ ചെയ്തിട്ടുള്ളൂ. അത് പിന്നെ പാർട്ടി ആവുമ്പോ എന്ത് തോന്നിയാസം ചെയ്യാം. അത് അനുവദിച്ചിട്ടുള്ളതാണല്ലോ. ആവശ്യമാണെങ്കിൽ നാവ് എങ്ങോട്ട് വേണേലും വളയ്ക്കാം. രാഷ്ട്രീയക്കാരനായി പോയില്ലേ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ സമാധാനവും പറയാം. 25 ലക്ഷം രൂപ വാങ്ങിയെന്ന് സാറ് സ്വയം സമ്മതിച്ചത് സത്യം പറയാനുള്ള അതിമോഹം കൊണ്ടൊന്നുമല്ല. അതൊരു ഡിപ്ലോമാറ്റിക് ഡിഫൻസ് അല്ലേ? എന്തിന്? അതൊക്കെ ഞാൻ വഴിയെ പറയാം. കാലം കുറെ ആയില്ലേ ചേട്ടാ നമ്മൾ ഈ കയ്യിലൂത്ത് തുടങ്ങിയിട്ട്. മറ്റേ നാളത്ര ശരിയല്ല. ഒക്കെ എടുത്തോണ്ട് ശരിക്കൊന്ന് ചാമ്പിയാലോ? വായി, നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? നമ്പ്യാരിൽ അയാൾ പണം വാങ്ങിയില്ലോ എന്നറിയണം. പൈസ വാങ്ങിയാൽ ഇയാളെ സമ്മതിച്ചില്ലേ? നുണ പറഞ്ഞല്ലേ വാങ്ങിയത്? That's none of our business. വരട്ടെ, മറ്റെന്തെങ്കിലും തെളിവ് കിട്ടുന്നവരെ നമുക്ക് ക്ഷമിച്ചിരിക്കാം. കേറ്. അനിമേറ്റ്സ് മീ. പോലീസ് എന്ന റെക്കോർഡ്സിൽ ആ കില്ലർ താമസിച്ചിരുന്ന വാടക വീട്ടിൽ നിന്നെടുത്ത ഫിംഗർ പ്രിന്റ്സിന്റെ കോപ്പി ഉണ്ടോ? അതെവിടെ ഇരുന്നോട്ടെ. നിങ്ങൾ ആ വീട് ഒന്നുകൂടെ പോയി സെർച്ച് ചെയ്തില്ലേ? പോലീസ് എന്ന ഫിംഗർ പ്രിന്റ്സ് അല്ലാതെ വേറെ ഏതെങ്കിലും ഫിംഗർ പ്രിന്റ്സ് ഉണ്ടെങ്കിൽ എടുത്തു വെക്കണം. ഇതൊരു സ്ത്രീയുടെ ഫിംഗർ പ്രിന്റ് തന്നെ. ആ കില്ലർ വുമന്റെ ആയിരിക്കും. ഷോ മീ ദ അതർ വൺ. ഇതൊരു പുരുഷന്റെ ആണല്ലോ. ഓക്കേ, am I right? Yes sir. അപ്പൊ ഇതാരുടെയാണ്? ഒരുപക്ഷെ അവളുടെ സഹായം മറ്റോ ഉണ്ടെങ്കിൽ. അങ്ങനെ ഒരാളെ കുറിച്ച് പോലീസ് റെക്കോർഡ്സിൽ ഒരു റെഫറൻസും ഇല്ല. ഇത് രണ്ടും നിങ്ങൾക്ക് ആ വീട്ടിൽ നിന്ന് കിട്ടിയതല്ലേ? അതെ സർ. അവിടെ നിന്ന് മറ്റു വല്ല ഫിംഗർ പ്രിന്റ്സും കിട്ടിയോ? ഇല്ല സർ, പോലീസ് റെക്കോർഡ്സിലും ഈ 2 ഫിംഗർ പ്രിന്റ്സ് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ ഇത് അവിടെ താമസിച്ചിരുന്ന ഹൗസ് ഓണറിനെ മറ്റായിരിക്കും. വാടക വരിക്കാൻ അയാൾ ആ സ്ത്രീയെ കാണാൻ മുകളിൽ ചെന്നപ്പോ പതിന്ന് മറ്റുമായിരിക്കും. നമ്മുടെ അടുത്ത് അവരുടെ ഫിംഗർ പ്രിന്റ്സ് ഉണ്ടോ? ഉണ്ട് സർ. Go and get it. You load it in the computer for detailed scan. Sir.
ഇതാ കില്ലർ താമസ വാടക വീട്ടിൽ നിന്ന് കിട്ടിയ മെയിൽ ഫിംഗർ പ്രിന്റ് ആണ് സർ. നോട്ട് ദ അതർ വൺ. ആ ഹൗസ് ഓണറുടെ. അപ്പൊ ആദ്യം കാണിച്ച ഫിംഗർ പ്രിന്റ്സ് വീട്ടുടമസ്ഥന്റെ അല്ല. ദാറ്റ്സ് കൺഫേംഡ്. സർ ആ കില്ലർ വുമന്റെ ഫിംഗർ പ്രിന്റ്സ് എവിടെ? ഷോ മീ ദാറ്റ്. ആ ഹൗസ് ഓണർ മോളില്ലേ കില്ലറുടെ കൂട്ടുകാരി, ലോഡ് ഹെർ ഫിംഗർ പ്രിന്റ്സ്. ഇത് രണ്ടും ഒന്ന് തന്നെയാണല്ലോ സർ. യെസ്. അപ്പോ മുകളിലത്തെ ഫ്ലാറ്റിൽ നിന്ന് കിട്ടിയ ഫീമെയിൽ ഫിംഗർ പ്രിന്റ്സ് നമ്മൾ സംശയിച്ചതുപോലെ കില്ലർ വുമന്റേതല്ല, താഴത്തെ പെൺകുട്ടിയുടേതാണ്. അതെ. ആകെ അവിടെ നിന്ന് 2 ഫിംഗർ പ്രിന്റ്സ് അല്ലേ കിട്ടിയിട്ടുള്ളൂ? യെസ്, ഒന്ന് ഫീമെയിൽ ഒന്ന് മെയിൽ. ഫീമെയിൽ ഫിംഗർ പ്രിന്റ് ആരുടേതാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. അപ്പൊ മെയിൽ ആരാണ് സർ? അതാരുടെയെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ അത്രയും കാലം ആ വാടക വീട്ടിൽ താമസിച്ചിരുന്ന ലേഡി കില്ലറുടെ ഫിംഗർ പ്രിന്റ്സ് എവിടെ? ദാറ്റ്സ് മിസ്സിംഗ്. അത് കാണാനില്ല. സോ the killer is not a woman. She is a man. സ്ത്രീ വേഷം കെട്ടിയ പുരുഷൻ. And the male fingerprints belong to him, the killer. അല്ല, സാറ് പറയുന്നത് പോലെ ആ വാടക കൊലയാളി പുരുഷനാണെങ്കിൽ ആ സ്ത്രീയുടെ ചിത്രമെടുത്ത ക്യാമറ അവിടെ ഉപേക്ഷിച്ചു പോയെന്തിനാ? അന്വേഷകനെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ. ഈ നിമിഷം വരെ നമ്മളൊക്കെ ധരിച്ചിരുന്നത് കില്ലർ ഒരു സ്ത്രീയാണെന്നല്ലേ. പകൽ വെളിച്ചം പോലെ ഇങ്ങനെ ഒരു തെളിവുള്ളപ്പോ ഒരു അന്വേഷകനും മറ്റൊരു കില്ലറെ തേടി പോവില്ല. എന്നാൽ ഈ പ്രപഞ്ചം മുഴുവൻ തേടിയാലും ഇങ്ങനെ ഒരു കില്ലർ വുമണ്ണെ കണ്ടെത്താൻ പറ്റുമോ? ഇല്ല, അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടെങ്കിലല്ലേ അതിന് കഴിയൂ. യെസ്, there you are. അത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യവും, തെറ്റിദ്ധരിപ്പിക്കുക. അൺഫോർച്ചുനേറ്റ്ലി ഈ നിമിഷം വരെ അവരതിൽ വിജയിക്കുകയും ചെയ്തു. ഇനിയാണ് ഈ അന്വേഷണത്തിന്റെ ഏറ്റവും ദുർഘടമായ ഘട്ടം ആരംഭിക്കുന്നത്. ഈ റാസ്കലിന്റെ യഥാർത്ഥ മുഖം എന്താണ്? അവൻ ആരാണ്? ഈ ഭൂമിയിൽ എവിടെ തെരഞ്ഞാൽ അവനെ കണ്ടുപിടിക്കാൻ സാധിക്കും? ഇറ്റ്സ് എ ടാസ്ക്, ബട്ട് there is no other go. അവനെ കണ്ടുപിടിച്ചേ തീരും. ഇത് തന്നെയാണ് രൂപമെന്ന് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല. ഒരു സങ്കല്പത്തിൽ നിന്ന് വരച്ചു വന്നേ ഉള്ളൂ. നിങ്ങളുടെയൊക്കെ യുക്തിക്കും മറ്റും ബോധ്യമായ മാത്രം ഇതിനെ ആശ്രയിച്ചാൽ മതി. ഇയാളിപ്പോ എവിടെ ഉണ്ടെന്ന് പറയാൻ കഴിയോ? അത്രയ്ക്ക് ജ്ഞാനം പോരാ എനിക്ക്. ഒരു ഡൗട്ട് കൂടി ചോദിക്കാണ്ടായിരുന്നു. എന്താ? സാറിന് എങ്ങനെ ഈ രൂപം കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്? വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഇറ്റ്? മനുഷ്യന്റെ ഉള്ളിലുള്ള സബ് കോൺഷ്യസിലും
അതിലും ഡീപ്പറായ അൺകോൺഷ്യസിലും എല്ലാ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുണ്ടെന്നാണ് വൈപ്പ്. നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്യാനും ഒബ്സർവ് ചെയ്യാനും കഴിവുള്ളവർക്ക് അതിൽ നിന്ന് ആ ഉത്തരം കണ്ടെത്താൻ കഴിയുമെന്നാണ് ശാസ്ത്രം. അതിനെയാണ് ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ വിഷൻ എന്ന് പറയുന്നത്. വരയ്ക്കാനുള്ള വാസന ബേസിക്കായി ഉള്ളതുകൊണ്ട് മനസ്സിൽ പതിഞ്ഞ രൂപം പകർത്തിയെന്ന് മാത്രം. എക്സ്ക്യൂസ് മീ സർ. യെസ്. സാറിന്റെ അച്ഛൻ വരച്ചതാ. വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലേ? കില്ലർ ഒരു സ്ത്രീയാണെന്നറിഞ്ഞപ്പോഴും ഈ ഫോട്ടോഗ്രാഫ്സ് കണ്ടപ്പോഴും എന്തൊക്കെയോ വിട്ടുമാറാത്ത സംശയങ്ങൾ എന്നെ അലട്ടുന്നുണ്ടായിരുന്നു. ഒരു സ്ത്രീ പ്രൊഫഷണൽ കില്ലറാകുക, വാൺ ചെയ്തതിനു ശേഷം കുറ്റകൃത്യം നടത്തുക, അങ്ങനെ പലതും. എന്റെ സംശയങ്ങൾ എന്നെ നേർവഴിക്ക് നയിച്ചാൽ ഞാനൊരു സർപ്രൈസ് പ്രോമിസ് ചെയ്തിരുന്നു. ദിസ് ഈസ് ദ സർപ്രൈസ്. സുപ്പീരിയേഴ്സിന്റെ മുമ്പിൽ വെച്ച് തേജോവധം ചെയ്യാനോ തരം താഴ്ത്താനോ അല്ല മാഡത്തിനെ ഒന്ന് വിളിപ്പിച്ചതെന്ന് ഇപ്പൊ ബോധ്യമായില്ലേ? കിട്ടിയ തെളിവുടെ അപ്പാടെ സ്വീകരിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് അനലൈസ് ചെയ്യണം. സ്വീകാര്യമല്ലെങ്കിൽ തള്ളിക്കളയണം. അതാണ് ഉത്തരവാദിത്വമുള്ള ഒരു പോലീസ് ഓഫീസർ ചെയ്യേണ്ടത്. സോറി സർ, ഇത്രയ്ക്കൊന്നും എന്റെ ചിന്തയിൽ പോയില്ല. അതുകൊണ്ടാണ് ഈ കേസ് ഇത്രയും വഷളായതെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. സംഭവം നടന്നിട്ട് 5-8 മാസം കഴിഞ്ഞു. ഇനി ഇവനെ എവിടുന്ന് കണ്ടുപിടിക്കാനാണ് സാർ? കണ്ടുപിടിക്കണം മിസ്റ്റർ പൊതുവാൾ. ഇല്ലെങ്കിൽ ഈ കേസിന് അന്വേഷണവുമില്ല, അവസാനവുമില്ല. ഹലോ, പ്രസ് ക്ലബ് അല്ലേ? ഞാൻ ഡിവൈഎസ്പി പൊതുവാൾ. ഗുഡ് മോർണിംഗ്. എനിക്ക് കേരളരമ പത്രത്തിന്റെ റിപ്പോർട്ടർ ബാബുവിനെ ഒന്ന് വേണമല്ലോ. ഇത് ഞാനെന്താ സർ ചെയ്യേണ്ടത്? ഈ പരസ്യം എല്ലാ പ്രധാനപ്പെട്ട പത്രങ്ങളുടെയും എല്ലാ എഡിഷനിലും വരണം. അതിന് ഏതെങ്കിലും അഡ്വർടൈസിംഗ് ഏജൻസിയോ അല്ലെങ്കിൽ നേരിട്ട് പത്രത്തിൽ തന്നെ കൊടുത്താൽ മതി. ഇതൊരു സാധാരണ ചരമ പരസ്യമല്ല. ഇത് പത്രത്തിൽ വന്നു കഴിഞ്ഞാൽ പല സ്ഥലത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അത് കിട്ടുന്ന മുറയ്ക്ക് ഞങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കണം. ഇതിന് ബാബുവിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്.